ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് വാട്ട് ആർ സോളിഡ്സ് ആൻഡ് ഹൗ ദേ ആർ ക്ലാസിഫൈഡ്. ഈ ടോപ്പിക്ക് ഇറ്റ് ഈസ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഫസ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ്. സോളിഡ്സ് ആർ മെയിൻലി ടു ടൈപ്സ്, അമോർഫസ് സോളിഡ്സ് ആൻഡ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. സോളിഡ്സ് നമ്മൾ കണ്ടിട്ടുള്ള ഹാർഡ് മെറ്റീരിയൽസ് ആണ്. ഈ സോളിഡ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്യും ബേസ്ഡ് ഓൺ how particles are arranged inside. First is amorphous solid. These solids particles are not arranged properly. They are in random order. Amorphous solids are solids without a proper shape or arranged inside. Amorphous solid എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് ഷേപ്പ് ഇല്ലാത്ത സോളിഡ്സ് ആണ്. ഇവിടെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസ് റാൻഡമായി അറേഞ്ച് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഒരു റെഗുലർ സ്ട്രക്ചർ ഇല്ലാത്തത്. Amorphous solids, they do not form crystals. They are also called super cooled liquids. Examples: glass, rubber, plastics. Properties നോക്കാം. Isotropic ആണ്. Physical properties like refractive index, conductivity are same in all directions. No sharp melting point. They soften gradually when heated. Do not have long range order. Break irregularly when broken. Usually used in construction and daily use items like glass and plastics. Isotropic ആണിത്. All directionൽ സെയിം പ്രോപ്പർട്ടി കാണിക്കും. നോ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആണ്. സ്ലോ ആയി സോഫ്റ്റൻ ആവും. ബ്രേക്ക് ചെയ്യുമ്പോൾ റാൻഡം പീസസ് ആയി ബ്രേക്ക് ആവും. പിന്നെ കൺസ്ട്രക്ഷൻ ആൻഡ് പ്ലാസ്റ്റിക് ഐറ്റംസിൽ യൂസ് ചെയ്യും. ഗ്ലാസ് ആൻഡ് റബ്ബർ പോലുള്ള മെറ്റീരിയൽസ് ആണ് അമോർഫസ് സോളിഡ്സ്. ഇതിൽ പാർട്ടിക്കിൾസ് കറക്റ്റ് ഓർഡറിലല്ല അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മെൽറ്റിംഗ് പോയിന്റ് ഫിക്സഡ് അല്ല. ഇതിനെ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്നൊക്കെ പറയും. അമോർഫസ് എന്ന വേർഡിൻ്റെ അർത്ഥം എ ഈക്വൽ ടു ഇല്ല. മോർഫ് എന്ന് പറയുന്നത് ഷേപ്പ്. സോ അമോർഫസ് ഈക്വൽ ടു നോ ഷേപ്പ്. അമോർഫസ് സോളിഡ്സ് ക്രിസ്റ്റൽസ് പോലെ പെർഫെക്റ്റ് ആയി ഫോം ആവില്ല. ഇതൊരു ഫിക്സ്ഡ് ടെമ്പറേച്ചറിലും മെൽറ്റും ചെയ്യില്ല. അതുപോലെ ഇത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാജുവലി സോഫ്റ്റൻ ആവും. ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഈവൺ പീസസ് ആയിട്ട് തകരും. ലൈക്ക് ക്രിസ്റ്റൽ പോലെ സ്ട്രെയിറ്റ് ആവില്ല. നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ഈ സോളിഡ്സിൽ പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് ഇൻ എ പ്രോപ്പർ റിപ്പീറ്റിംഗ് പാറ്റേൺ, നീറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് ഓർ ആറ്റം ഒരു ഫിക്സ്ഡ് പാറ്റേണിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന സോളിഡ്സ് ആണ്. ഈ അറേഞ്ച്മെൻറ്റ് ഡെഫിനിറ്റ് ആയിരിക്കും, റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും, ആൻഡ് ദാറ്റ്സ് വൈ ദേ ലുക്ക് ജോമെട്രിക്കൽ ആൻഡ് ബ്യൂട്ടിഫുൾ. പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് ഇൻ ഡെഫിനിറ്റ് റിപ്പീറ്റിംഗ് പാറ്റേൺ, ഹാവ് ജോമെട്രിക്കൽ ഷേപ്പ്. എക്സാമ്പിൾസ്: സാൾട്ട്, NaCl, ക്വാർട്സ്, ഡയമണ്ട്. പാർട്ടിക്കിൾസ് പ്രോപ്പർ പാറ്റേണിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പാർട്ടിക്കിൾസ് ഓർ ആറ്റം റെഗുലർ ആൻഡ് റിപ്പീറ്റിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ അറേഞ്ച്മെൻറ്റിനെ ലോങ് റേഞ്ച് ഓർഡർ എന്നാണ് പറയുന്നത്. ഹാവ് ജോമെട്രിക്കൽ ഷേപ്സ്. ക്രിസ്റ്റൽ ഷേപ്സ് ഒക്കെ ഷാർപ്പ് എഡ്ജസ്, ഫ്ലാറ്റ് സർഫേസ്, സിമെട്രി ഉണ്ടാവും. എക്സാമ്പിൾ: ഡയമണ്ട്, സാൾട്ട് ക്രിസ്റ്റൽസ് പോലുള്ള ബ്യൂട്ടിഫുൾ ഷേപ്സ് ആണ്. ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. ഇതൊരു ഫിക്സ്ഡ് ടെമ്പറേച്ചറിൽ തന്നെ മെൽറ്റ് ചെയ്യും. എക്സാമ്പിൾ: NaCl 801 ഡിഗ്രിയിൽ മെൽറ്റ് ആവും. അനൈസോട്രോപിക് പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത്. ഡയറക്ഷൻ തൊട്ട് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വേരി ചെയ്യും. എക്സാമ്പിൾ: സ്ട്രെങ്ത്, കണ്ടക്ടിവിറ്റി. അതുകൊണ്ട് തന്നെ ഒരു ഡയറക്ഷനിൽ സ്ട്രോങ് ആയിരിക്കും, വേറെ ഡയറക്ഷനിൽ ലെസ് സ്ട്രോങ് ആയിരിക്കും. ബ്രേക്ക് ചെയ്യുമ്പോൾ ക്ലീവേജ് പ്ലെയിൻസിൽ ആവും. ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ആൻഡ് സ്മൂത്ത് പ്ലെയിൻസിൽ തന്നെ ബ്രേക്ക് ചെയ്യും. റാൻഡമായി ബ്രേക്ക് ചെയ്യില്ല, ലൈക്ക് അമോർഫസ് സോളിഡ്സ്. എക്സാമ്പിൾസ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്: സാൾട്ട്, NaCl. സാൾട്ട് ക്രിസ്റ്റൽസിന് ഷാർപ്പ് എഡ്ജസ് ഉണ്ട്. ക്വാർട്സ് നാച്ചുറൽ ക്രിസ്റ്റൽ ആണ്, യൂസ്ഡ് ഇൻ വാച്ചസ്. ഡയമണ്ട് സ്ട്രോങ് ആൻഡ് ഷൈനി, യൂസ്ഡ് ഇൻ ജ്വല്ലറീസ്. ഷുഗർ, ഐസ്, ഇതൊക്കെ ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് അമോർഫസ് സോളിഡ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി.